എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 21, 22, 23, 24 നാല് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ഒറ്റയ്ക്ക് എല്ലാ പശുക്കുട്ടികളും പശുക്കളും അവരുടെ വസ്തുക്കളും പിന്നെ ഗോപകുമാരന്മാരും എല്ലാം ഭഗവാനായിട്ടാണ് മാറി. എന്തൊരു അത്ഭുതല്ലേ, അത്ഭുത ബാലൻ. അങ്ങനെ വൈകുന്നേരം കളി കഴിഞ്ഞ് വരുന്ന സമയത്ത് പതിവ് പോലെ തന്നെ വ്രജത്തിലേക്ക് അങ്ങോട്ട് വരികയാണ്. പശുക്കുട്ടികളെയൊക്കെ വേറെ തിരിച്ച് ആട്ടിക്കൊണ്ട് ഓരോരുത്തരുടെ തൊഴുത്തില് പ്രവേശിപ്പിച്ച് എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോവുകയാണ്. ഭഗവാനാണെന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. തത്തത് വത്സാൻ പൃഥങ് നീത്വാ തത്തത് ഗോഷ്ഠേ നിവേശ്യ സ തത്തദാത്മാഭവൽ രാജൻ തത്തത് സത്മ പ്രവിഷ്ടവാൻ. ശിശുബ്രഹ്മർഷി പറയണു, അല്ലയോ രാജാവേ, ഭഗവാൻ ഏകം തന്നെ ഉള്ളുവെങ്കിലും ഓരോ പ്രദേശത്തിലെത്തുമ്പോ ആ വഴി കൂടി ആട്ടിക്കൊണ്ടുപോകാനുള്ള പശുക്കുട്ടികളെ അങ്ങനെ വേറെ തിരിച്ച് ഓരോരോ വീട്ടിലേക്ക് പോണ വഴികള് വേറെ വേറെയാണല്ലോ. അവരെയൊക്കെ വേറെ വേറെ തിരിച്ച് ആട്ടി അവയുടെ തൊഴുത്തില് ആ പശുക്കുട്ടികളുടെ തൊഴുത്തില് പ്രവേശിപ്പിച്ചിട്ട് ആ ഗോപബാലകൻ ആ വീട്ടിൽ തന്നെ വസിച്ചു. അങ്ങനെ ഓരോ ഭഗവാന്മാരും ഓരോ ഗൃഹത്തില് ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് അവരവരുടെ പശുക്കുട്ടികളെ ആട്ടിക്കൊണ്ടുപോയി യഥാക്രമം പ്രവർത്തിച്ചു. പരീക്ഷിത് മഹാരാജനോട് ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, ഇങ്ങനെ ഭഗവാൻ ബാലകൃഷ്ണൻ അനന്താകാരനായിട്ട് ഭവിച്ചു. എന്നാ ഇവിടെ ഒരു അത്ഭുതം ഉള്ളത് എന്താന്നോ, അത് അങ്ങൊന്ന് ആലോചിക്കണുള്ളതാണ് പറയാ. അതെന്താ വെച്ചാൽ ഈ ഗോവത്സാദികളായിട്ട് ഭവിച്ചതൊക്കെ ഭഗവാൻ ഏകം തന്നെയാണെങ്കിലും എല്ലാം ഭഗവാനാണെങ്കിലും ഈ പശുക്കുട്ടികൾക്കോ പശുക്കൾക്കോ ആ ഗോപബാലന്മാർക്കോ തങ്ങള് ഭഗവാനാണെന്നുള്ള ബോധമില്ല. ഞങ്ങള് ഇന്നവരുടെ മക്കളായ ഗോപകുമാരന്മാരാണെന്നും ഇന്ന വീടുകളിൽ വളരുന്ന പശുക്കുട്ടികളാണെന്നും മാത്രമേ അവർക്ക് വിചാരമുള്ളൂ. അതാണ് അത്ഭുതം. ഭഗവാനാണ് അവര്, എന്നാലും ഞങ്ങള് ഭഗവാനാണെന്നുള്ള ബോധം അവർക്കില്ല. അതെന്തൊരു അത്ഭുതമല്ലേ. ഇവരുടെ ഉള്ളില് ആ മോഹരൂപമായ അങ്ങനെയുള്ള ഒരു ഭാവത്തെയാണ് ഭഗവാൻ പ്രകാശിപ്പിച്ചത്. അല്ലെങ്കിൽ അവര് ഞാൻ ഭഗവാനാണെന്ന് അറിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഓരോരുത്തർക്കും തോന്നുന്ന ഈ അനാത്മഭാവനയ്ക്ക്, ഞാൻ ആത്മാവ അല്ല എന്നുള്ള ഭാവനയ്ക്ക് കാരണം അവര് ഭഗവത് രൂപന്മാരല്ലാത്തത് കൊണ്ടല്ല, അവരില് സ്ഥിരമായിട്ട് ഉറച്ചിരിക്കുന്ന മോഹം, ആ മായ നീങ്ങാത്തത് കൊണ്ട് മാത്രാണ് ഞാൻ ഇനി ശരീരമാണ് ആത്മാവല്ല എന്നുള്ള ആ ഒരു അജ്ഞത അവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അറിവുള്ളവര് എല്ലാവരെയും ആത്മസ്വരൂപന്മാരായിട്ട് അറിയണു. എങ്കിലും അവരാൽ അറിയപ്പെടുന്ന എല്ലാവരും തങ്ങളെ ആത്മരൂപന്മാരാണെന്ന് അറിയണമില്ല. ഇത് ആശ്ചര്യമല്ലേ എന്ന് ചോദിക്കുന്നു ശ്രീ. അതാണ് ആ രാജൻ എന്നുള്ള സംബോധന കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിന് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതാണ് നിർമ്മലയായ ബുദ്ധി കൊണ്ട് രാജിക്കുന്ന ശോഭിക്കുന്ന അങ്ങക്ക് ഈ തത്വം അറിയാൻ സാധിക്കുമല്ലോ. ആ സംബോധനയുടെ രാജൻ ഓരോരോ സമയത്ത് ഓരോരോ സംബോധനയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. ആ തത്വം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം ആ നിലയിൽ എത്തിക്കഴിഞ്ഞു. ആശ്രയമായ ഭഗവാനോട് ചേർന്നിരിക്കുന്ന മായ ഭഗവത് സ്വരൂപന്മാരായി തന്നെ ഇരിക്കുന്ന ഗോക്കളില് വ്യവഹരിക്കുന്നു. ഭഗവാന്റെ ഇച്ഛയല്ലേ. ജ്ഞാനികളെയും ഈശ്വരനെയും മായ ബാധിക്കില്ല. അതെങ്ങനെയാ, അത് എന്തുകൊണ്ടാ? ആ നിർമ്മല ജ്ഞാനത്തിനുള്ള ഉത്തമ സാധനം പരമഭക്തി. പരമഭക്തി ഉള്ളവർക്ക് അവരാണല്ലോ ജ്ഞാനികൾ. അവരെ പിന്നെ ഈശ്വരനെയും മായ ബാധിക്കില്ല. തന്മാതരോ വേണുരവത്വരോത്ഥിത ഉത്ഥാപ്യതോർഭി പരിരഭ്യ നിർഭരം സ്നേഹസ്നുതസ്തന്യപയസുധാസവം മത്വാ പരം ബ്രഹ്മ സുതാൻ അപായയൻ. ഗോപികളുടെ ആ മോഹത്തെ വർണ്ണിക്കുകയാണ്. കുമാരന്മാര്, ഈ കുട്ടികൾ വരണ സമയത്ത് അവര് ചെയ്യുന്ന ആ വേണുഗാനം, എല്ലാവരും വേണുഗാനം മുഴക്കിക്കൊണ്ടാണ് വരുന്നത്. ഉടനെ വളരെ സന്തോഷത്തോടു കൂടി ബന്ധപ്പെട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുക കുട്ടികൾ വരണ്ടോന്ന്. അങ്ങനെ അമ്മമാര് അവരുടെ സമീപത്ത് നിൽക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപത്തെ, ഭഗവാൻ ഇങ്ങനെ എല്ലാ ദിവസവും കളിക്കാൻ പോകണ്ടല്ലോ, അങ്ങനെ വരുമ്പോ ആ പരബ്രഹ്മ സ്വരൂപത്തെ
ഞങ്ങളുടെ പുത്രന്മാരാണ് എൻ്റെ മകൻ എന്ന് വിചാരിച്ച് കൈകൊണ്ടെടുത്ത് മടിയിൽ വെച്ച് ദൃഢമായിട്ട് അങ്ങോട്ട് ആലിംഗനം ചെയ്യാം. അതിനു മുമ്പില്ലാത്തൊരു സ്നേഹം അവർക്ക് ഉണ്ടാവണ്ടേ, എന്താന്ന് അവർക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ പരമസ്നേഹം നിമിത്തം അന്ധക്കരണം ഇങ്ങനെ ദ്രവി അങ്ങനെ ആ സ്നേഹം കൊണ്ട് ഇങ്ങനെ ദ്രവീകൃതമാവുക എന്നാ പറയണത്. അപ്പൊ അതിന്റെ ബാഹ്യലക്ഷണമായിട്ട് അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് തനേ ഇങ്ങനെ മുലപ്പാൽ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിങ്ങനെ അത്രയും സ്നേഹത്തോടുകൂടി എന്താന്ന് അറിഞ്ഞൂടാ, അത് ഇതിനു മുമ്പില്ലാത്ത ഒരു സ്നേഹം തന്റെ മകനോട്. അങ്ങനെ അവരും അതേപോലെ തന്നെ ഭഗവാൻ ആകെ പാലിങ്ങനെ അമൃതമായിട്ട് ഇങ്ങനെ കുടിക്കണം. കുട്ടികൾക്ക് മുലപ്പാല് അമൃതം പോലെ അല്ലെ, ഏറ്റവും സ്വാദുള്ളതും മദ്യം പോലെ മതിപ്പിക്കുന്നതുമാണെന്നാ പറയണത്. കുട്ടികൾക്ക് മുലപ്പാല് കുട്ടികൾക്ക് അങ്ങനെ അത്യുത്സാഹത്തെ കൊടുക്കും. അത് സാധാരണയാണ്. അതുകൊണ്ടാണ് ഈ മദ്യതുല്യം എന്ന് പറഞ്ഞത്. അമൃതം പോലെയും മദ്യം പോലെയും സ്നേഹസ്നുത സ്തന്യപയ സുധാസവം. സ്നേഹം നിമിത്തം ഒഴുകിയതും അമൃതം പോലെയും മദ്യം പോലെയും ഇരിക്കുന്നതുമായ മുലപ്പാലിനെ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് മുലപ്പാല് കുടിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുകയെന്ന്. ശരിക്കും മുലകുടി മാറിയ കുട്ടികളല്ലേ പശുക്കുട്ടികളെ മേയ്ക്കാൻ പോണത്. 6 വയസ്സാവുമ്പോഴാണല്ലോ പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകണ്ട. എങ്കിലും അമ്മമാർക്ക് ഇപ്പോൾ ആ മക്കളിൽ തോന്നിയ അതിസ്നേഹം എന്താന്ന് അറിഞ്ഞൂടാത്തൊരു സ്നേഹം, അവര് തങ്ങളെ തന്നെ അങ്ങോട്ട് മറന്ന് കുട്ടികളെ മുല കുടിപ്പിക്കുകയാണ്. അതിനേക്കാളും താഴെയുള്ള കുട്ടികളുണ്ട് മുല കുടിക്കുന്ന കുട്ടികള്. അവരല്ല ഗോപസ്ത്രീകൾ മുല കുടിപ്പിക്കണത്, ഈ കുട്ടികളെ. ഇത് എന്താണ്? അതാണ് അത്ഭുതം. ഈ ഗോപികളെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ തന്നെ പുത്രഭാവേന ഇപ്പൊ അവരുടെ മടിയിൽ വന്നിരിക്കുന്നു. ഭഗവാൻ തന്നെ ഓരോ വീട്ടിൽ 1 കൊല്ലാണ് അങ്ങനെ അവര് കഴിഞ്ഞത്. ഭഗവാനെ മുലയൂട്ടിയിട്ടും ഭഗവാനെ കുളിപ്പിച്ചും അല്ലെ. ഇങ്ങനെ ഭഗവാനെ കൈകളാലെടുത്ത് മടിയിൽ വെച്ച് മുല കുടിപ്പിക്കാനുള്ള ആ ഭാഗ്യം സിദ്ധിച്ച ഗോപികളുടെ അന്ധക്കരണ പരിശുദ്ധിയെ കുറിച്ച് വർണ്ണിക്കാൻ അസാധ്യം തന്നെയാണ് പറയുന്നത്. എങ്കിലും ഭഗവാനെയാണ് അവർ മടിയിലിരുത്തി ലാളിക്കണതെന്ന് ആ സമയത്ത് അവര് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ ആ മാതിരി അങ്ങനെ ലാളിക്കില്ലല്ലോ. അറിയാത്തത് കൊണ്ടാണ് ഭഗവാനെ ലാളിച്ച ഫലം അവർക്ക് സിദ്ധിക്കാതിരിക്കും. അതുമില്ല, അറിയാതെ ആണെങ്കിലും ഭഗവാന് ഇങ്ങനെ ലാളിച്ച് മുലപ്പാല് കൊടുത്തില്ലേ, എല്ലാം ചെയ്തു കൊടുക്കണു, കുളിപ്പിക്കണു, ഊട്ടണു. ഇത് ഭഗവാൻ അവരിൽ പ്രസാദിച്ചതിന്റെ അസാധാരണമായ ഫലം. അതാണ് ആ ഗോപസ്ത്രീകളുടെ ഭാഗ്യം. തഥോ നൃപോന്മർദ്ദനമജ്ജലേപനാലങ്കാര രക്ഷാതിലകാസനാദിഭി സംലാളിത സ്വാചരിതൈ പ്രഹർഷയൻ സായം ഗതോ യാമയമേന മാധവ. പിന്നെ അമ്മമാരായിട്ടുള്ള ഗോപസ്ത്രീകള് അവരുടെ പുത്രനെ പോലെ തന്നെ അവർക്ക് അധീനാണ് അല്ലെ ആ ഭഗവാനും. അപ്പൊ അങ്ങനെ ഭഗവാനിൽ സമർപ്പിച്ച ആ സേവാ എന്തൊക്കെയാണ് ചെയ്തത് ഭഗവാനെ എന്ന് പറയണു, വിസ്തരിച്ചു പറയണു. ഓരോരോ സമയത്തില് അവര് കാട്ടിൽ പോകുമ്പോ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന കളികൾ കളിക്കണം. അതൊക്കെ ഓരോ നിയമപ്രകാരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള കളികളുടെ കാര്യങ്ങളൊക്കെ അവര് മുൻകൂട്ടി തയ്യാറാക്കും. അങ്ങനെ ആ കൃത്യസമയത്ത് വൈകുന്നേരം ആവുമ്പോ വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വേണുഗാനം വിളിച്ചുകൊണ്ടാണ് വരവ്. വേണുഗാനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാട്ടിലെ അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ, അമ്മേ ഇന്ന് അങ്ങനെ ഉണ്ടായി, ഇന്ന് ഞങ്ങൾ അവിടെ കളിച്ചു, ഇത് കളിച്ചു, ആ കളിച്ച കാര്യങ്ങൾ മുഴുവനും കണ്ണൻ അങ്ങനെ ചെയ്തു പറഞ്ഞു. ഇതൊക്കെ ഈ കുട്ടികള് മുമ്പ് എങ്ങനെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഉള്ളിലിരുന്ന് ഇങ്ങനെ ഭഗവാനാണ് പറയണെന്ന് അവർക്കറിയില്ലല്ലോ. അങ്ങനെ അമ്മമാരെ പറഞ്ഞ് സന്തോഷിപ്പിച്ചു. അങ്ങനെയാണ് എല്ലാ ഗോപസ്ത്രീകളെയും ഒരു ഏകകാലത്തിൽ അനുഗ്രഹിക്കാനായിട്ട് തന്റെ ശക്തി കൊണ്ട് സ്വീകരിക്കപ്പെട്ട ബഹുരൂപങ്ങളോടുകൂടിയവനുമായ ആ ശ്രീ വല്ലഭനെ ഗോപികളെ എണ്ണ തേക്കുക, വാക ചാർത്തി കുളിപ്പിക്കുക, ചന്ദനാദി കുറിക്കൊട്ട് ചാർത്തുക, വസ്ത്രം അണിയിക്കുക, ആഭരണം ചാർത്തിക്കുക. പിന്നെ അവർക്ക് എല്ലാ ദിവസവും ഈ ബാലഗ്രഹാദി പീഡകൾ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഗോപുച്ഛം കൊണ്ട് ഒഴിയുക, ഓരോ ജനം നെറ്റിമേലിടുക. അങ്ങനെ അവിടെ ഇരുത്തി ഇങ്ങനെ വായേല് കൊടുക്കുക ഭക്ഷണം ഇങ്ങനെ വായിൽ കൊടുത്ത് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വർത്തമാനങ്ങൾ ചോദിച്ച് അരയത്ത് കിടത്തി കെട്ടിപ്പിടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ അതിന് ഉറക്കുക കുട്ടികളെ. അങ്ങനെ അത്രയും ആദരത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് ഭഗവാന് ലാളിച്ചു തന്റെ പുത്രനെ ആണെന്ന് വിചാരിച്ചിട്ട്. അതല്ലേ ഗോപികളുടെ ഒരു ഭാഗ്യ അതിശയം. ഭഗവത് പ്രതിമകളിൽ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭക്തിപൂർവ്വം നടത്തുന്നവർക്ക് കൂടി പരമ പദവി സിദ്ധിക്കും.
അപ്പൊ പിന്നെ ഈ സാക്ഷാൽ ഭഗവാനെ തന്നെ ഇങ്ങനെ ഉപചരിക്കാൻ മാത്രം ആ ഗോപികൾ ചെയ്ത പുണ്യം എന്തൊക്കെയാ എന്ന് ആർക്കെങ്കിലും നിശ്ചയിക്കാൻ കഴിയും? എന്നെ തപം ചെയ്തന്നെ യശോദ എന്ന് പറഞ്ഞു, യശോദയുടെ കാര്യം പറഞ്ഞു. ആ യശോദക്ക് ഉണ്ടായ അനുഭവം എല്ലാ ഗോപസ്ത്രീകൾക്കും ഭഗവാൻ കൊടുത്തു അല്ലെ? യശോദ ചെയ്ത കാര്യങ്ങൾ തന്നെയല്ലേ ഗോപസ്ത്രീകൾ ഓരോരുത്തരും ചെയ്യണത്. ഓരോ വീട്ടിലും ഭഗവാനാണ്. എന്തൊരു അത്ഭുത! ആ ഗോപികൾക്ക് ഭഗവാനിലുള്ള പരമസ്നേഹം തന്നെ ആണ് ഈ ഭാഗ്യത്തിനുള്ള കാരണം, ഭാഗ്യലാഭത്തിനുള്ള കാരണം എന്ന് പറയുന്നു. സ്നേഹിക്കുന്നവരെ ഏകകാലത്തിൽ അനുഗ്രഹിക്കാനും അനന്ത ഐശ്വര്യം കൊടുക്കാനും ശക്തനായിരിക്കുന്ന ഭഗവാന് ചെയ്യാൻ കഴിയാത്തത് എന്താ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് മാധവൻ ലക്ഷ്മീകാന്തൻ എന്നൊക്കെ അർത്ഥമുള്ള പദപ്രയോഗം. സായംഗതോ യാമയമേന മാധവ എന്നുള്ളത് പല പേരിൽ അറിയപ്പെടുന്ന ഈ ഭഗവാന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കാത്തത്? ഭഗവാൻ വിചാരിച്ചാൽ എന്തെല്ലാം കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം, അവര് മനസ്സിൽ വിചാരിച്ചതെല്ലാം ഭഗവാൻ അവർക്ക് നിർലോഭം വാരി വാരി കൊടുത്തു. അവരിങ്ങനെ പരമാനന്ദം അനുഭവിച്ചു. ശരിക്കും ഗാവസ്തോ ഗോഷ്ഠമുപേത്യ സത്വരം ഹുങ്കാരഘോഷൈ പരിഹൂത സംഗതാൻ സ്വകാൻ വത്സതരാൻ അപായയൻ മുഹുർലിഹന്ത്യ സ്രവദൗധസംപയ. പശുക്കൾക്ക് ആ കുട്ടികളെ കുറിച്ചുള്ള സ്നേഹം എങ്ങനെയാ അത് വർണ്ണിക്കണം. പശുക്കള് ആ കാട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട ഉടനെ പിന്നെ അവരൊരൊറ്റ ഓട്ടാണ്. പാഞ്ഞു വന്ന് അവരവരുടെ വീട് തെറ്റാതെ അവരുടെ ആ തൊഴുത്തിൽ ചെന്ന് നിൽക്കും. എന്നിട്ടോ അതുവരെ പിരിഞ്ഞിരിക്കണ കുട്ടികളെ കാണാതെയുള്ള ദുഃഖാണല്ലോ അവര്. ആ കെട്ട് കുറ്റികളിൽ എത്തും മുമ്പ് തന്നെ ഹും എന്നൊരു ഉച്ചത്തിൽ ശബ്ദിച്ച് വിളിച്ചുകൊണ്ട് അതുവരെ കുട്ടികളെ പിരിഞ്ഞിരിക്കുകയാണല്ലോ, അവർക്ക് നല്ല ദുഃഖമുണ്ട്. അപ്പൊ വേഗം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ശബ്ദം കൂടെ ഉണ്ടാകും. എന്നിട്ട് കുട്ടികളെ ചെന്ന് അങ്ങോട്ട് നക്കാൻ തുടങ്ങും. അകിട്ടിൽ ഇങ്ങനെ ഒഴുകണ ആ പാല് കുട്ടികളെ എങ്ങനെ കുടിപ്പിക്കും ഈ പശുക്കളെ കുട്ടികൾക്കും കുട്ടികളെ പശുക്കൾക്കും വ്യത്യാസം വരാത്ത വിധത്തില് അത്രയും സ്നേഹമാണ്. അതാണ് അങ്ങനെ അന്യോന്യാനുരാഗത്തെ ഭഗവാൻ പ്രകാശിപ്പിച്ചു. അപ്പൊ ഓരോ പശുക്കളും, അപ്പൊ കാട്ടിൽ നിന്ന് വരുന്ന പശുക്കളും പശുക്കുട്ടികളും ഒക്കെ ഭഗവാനല്ലേ. അപ്പൊ അവരെ കാണുമ്പോ ഇവിടെയുള്ള പശുക്കൾക്കും തൊഴുത്തില് അവർക്കും കൂടുതൽ ഒരു സ്നേഹം. അങ്ങനെ എന്താണെന്ന് ആർക്കും മനസ്സിലാവാത്ത വിധത്തില് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത ഒരു സ്നേഹം അവർക്ക് ഉണ്ടായി. ബലരാമസ്വാമി പോലും അത്ഭുതപ്പെടുന്നു. ഇതെന്താ ഇതിങ്ങനെ? ചെറിയ കുട്ടികളെയൊക്കെ അവിടെ വെച്ചിട്ട് വലിയ കുട്ടികളെ ഇവര് മടിയിൽ വെച്ച് ഉമ്മ കൊടുക്കണു, മുലപ്പാല് കൊടുക്കണു, ചുംബിക്കണു, കെട്ടിപ്പിടിക്കണു, രോമാഞ്ചം കൊള്ളണു. എന്താ ഇതിങ്ങനെ? ബലരാമസ്വാമിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞത്. ചോദിക്കുമ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കണു. അങ്ങനെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.